അടുത്ത നമുക്ക് ഇനി പ്ലാൻ ഇമ്പോർട്ടിങ് പറയാനുള്ളത്. അപ്പോൾ പ്ലാൻ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ചെറിയ സംഗതി പറഞ്ഞുതരാനുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു റെക്റ്റാങ്കിൾ വരച്ചു, സാധാ റെക്റ്റാങ്കിൾ വരച്ചു, വീണ്ടും അടുത്ത റെക്റ്റാങ്കിൾ വരച്ചു, 2 റെക്റ്റാങ്കിൾ വരച്ചു. ഈ റെക്റ്റാങ്കിൾ മൂവ് ചെയ്തേക്കണം. പണ്ട് നമ്മൾ കയറി നിൽക്കേണ്ട, മൂവ് ചെയ്യണമെങ്കിൽ എന്താ സെലക്ട് ചെയ്തു, അല്ലെങ്കിൽ ഇത് സെലക്ട് ചെയ്തിട്ട് എന്ത് മൂട്ട് കൊടുത്ത് മൂവ് ചെയ്തു വേണ്ട. ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാം സെപ്പറേറ്റ് ആവില്ല. ഇനി ട്രിപ്പിൾ ചെയ്താലോ മൊത്തം സെലക്ട് ആവും ചെയ്യും. അപ്പോൾ ഒരിക്കലും നമുക്ക് സെപ്പറേറ്റ് ആകാൻ കഴിയില്ല. അപ്പോൾ ഇത് ഒട്ടി പിടിച്ചിട്ടുണ്ടാവും, നമുക്ക് എന്ത് ചെയ്യുക സെപ്പറേറ്റ് ഒരിക്കലും കഴിയില്ല. ഹൈഡ് ചെയ്യുമ്പോൾ ഒന്നിച്ച് ഹൈഡ് ആവും, അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ പ്ലാൻ വരക്കുമ്പോൾ ഒന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കുക ചെയ്താൽ പ്രശ്നം അഥവാ ടച്ച് ചെയ്താൽ ടച്ചിങ് സെപ്പറേറ്റ് ആകാൻ പ്രയാസമാണ്. അപ്പോൾ അതിനെങ്ങനെ സെപ്പറേറ്റ് ആക്കാൻ നോക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ആദ്യം ഒബ്ജക്റ്റ് വരക്കുക, സെലക്ട് ചെയ്യുക. അതായത് എന്ത് ഒബ്ജക്റ്റ് വരച്ച് കഴിഞ്ഞാലും ആദ്യം സെലക്ട് ചെയ്തിട്ട് ഒന്ന് എന്ത് ചെയ്യണം, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മേക്ക് ഗ്രൂപ്പ് ഓപ്ഷൻ ഉണ്ട്, ഗ്രൂപ്പ് ചെയ്യണം. അപ്പോൾ എന്ത് ചെറിയ സംഗതി വരച്ചാലും എന്ത് ചെയ്യണം, ആദ്യം ഗ്രൂപ്പ് ചെയ്യണം. അപ്പോൾ ഇതിന് സെപ്പറേറ്റ് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, മേക്ക് ഗ്രൂപ്പ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യുക, അത് മൂവ് ചെയ്യാണ്ടോ കണ്ടോ, യാതൊരു പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് പ്ലാനും ഒക്കെ ഓരോ കാറ്റഗറിയും സെപ്പറേറ്റ് നമുക്ക് എന്ത് ഗ്രൂപ്പ് ചെയ്യണം. പ്ലാന് ഗ്രൂപ്പ് ചെയ്യണം, പ്ലിന്തിന് ഗ്രൂപ്പ് ചെയ്യണം, വാളിന് ഗ്രൂപ്പ്, അങ്ങനെ ഓരോ കാറ്റഗറി നമുക്ക് ഗ്രൂപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്ലാന് ഇമ്പോർട്ട് ചെയ്യാം. ഇങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഫയലിൽ വരിക, അതിൽ ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുക, നമ്മൾ വർക്ക് എവിടെയുള്ളത് കാണിച്ചു കൊടുക്കുക. അപ്പോൾ എടുക്കാൻ നമ്മൾ എൻ്റെ വർക്ക് സേവ് ചെയ്ത ഫയലിൽ പോയി എടുക്കണുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനൊരു ഫയലുണ്ട്, ഞാൻ വർക്ക് എടുത്തു. പിന്നെ ഈ വർക്ക് സെറ്റ് ചെയ്തിട്ട് ഇവിടെ ഓപ്ഷൻസ് ആണ് ടൂൾ ഉണ്ടാവും, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ നമുക്ക് എന്ത് ചെയ്യുക, ഏത് യൂണിറ്റാണ് മാറ്റി കൊടുക്കുക, ഓക്കെ ഇട്ട് കൊടുക്കുക. ഇത് നേരെ ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ വർക്ക് നേരെ ഇമ്പോർട്ടായി മാറും. നേരെ ഇമ്പോർട്ടായി മാറുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഉയർന്ന് നിൽക്കുകയാണെങ്കിൽ വിഷയമൊന്നുമില്ല, നമുക്ക് എന്തൊക്കെയാണ് ചെറുതായിട്ട് ഉയർന്ന് നിൽക്കുന്നുണ്ട് ഇവിടെ ഫയൽ. അപ്പോൾ ഇത് സൈഡിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഒക്കെ ഉണ്ടായതുകൊണ്ട് അപ്പോൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമുക്ക് മൂട്ട് പിടിച്ച് നമുക്ക് കറക്റ്റ് ഇവിടെ കൊടുന്ന് വെച്ച് കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇത് നോക്കാം. ഇപ്പോൾ ഞങ്ങൾ കൊടുന്നല്ല, പക്ഷെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ സപ്പർ ഒന്നിച്ച സെലക്ഷൻ കിട്ടുന്നത് നമുക്ക് ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല. നമുക്ക് എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ഗ്രൗണ്ട് ഫ്ലോറിന് വേറെ സെലക്ഷൻ വേണം, ഫസ്റ്റ് ഫ്ലോറിന് വേറെ സെലക്ഷൻ വേണം. നമ്മൾ ഈ അടിയത്തെ ഒബ്ജക്റ്റ് ഉണ്ടായതുകൊണ്ട് എങ്ങനെ സെലക്ഷൻ വേണം, അതൊക്കെ ഒഴിവാക്കുകയും ചെയ്യാം. അപ്പോൾ ഏതായാലും നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് സെലക്ഷൻ ആദ്യം എന്ത് ചെയ്യണം, സെപ്പറേറ്റ് സെലക്ഷൻ ആക്കിയിട്ട് ഗ്രൗണ്ട് ഫ്ലോറിന് വേറെ ആക്കണം, ഫസ്റ്റ് ഫ്ലോറിന് വേറെ ആക്കണം. അതായത് സെപ്പറേറ്റ് ഗ്രൂപ്പാണ്. ഇപ്പോൾ ഒറ്റ ഗ്രൂപ്പാണ്, എല്ലാം കൂടെ ഒറ്റ ഗ്രൂപ്പാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതിന് സെപ്പറേറ്റ് ആക്കാൻ വേണ്ടി സെലക്ട് ചെയ്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എക്സ്പ്ലോർഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് ആവശ്യമില്ലാത്ത വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യുകയും ചെയ്യാം. അതൊക്കെ ആവശ്യമില്ലാത്ത ഡിലീറ്റ് ചെയ്യാം. നമുക്ക് നേരത്തെ ആ സെലക്ഷൻ അടിയിൽ കിടക്കുന്ന സെലക്ഷൻ ഉണ്ട്, അത് ഡിലീറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഇത് സെലക്ട് ചെയ്യുക, ഈ ഗ്രൗണ്ട് ഫ്ലോർ മൊത്തം സെലക്ട് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അതിൽ മേക്ക് ഗ്രൂപ്പ് ഇട്ട് കൊടുക്കുക. അതിൽ ഫസ്റ്റ് ഫ്ലോർ സെലക്ട് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മേക്ക് ഗ്രൂപ്പ്. ഈ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, പുറത്ത് ക്ലിക്ക് ചെയ്ത് കാര്യമില്ല, ആ സെലക്ഷൻ്റെ മുകളിൽ തന്നെ ക്ലിക്ക് ചെയ്യണം. മേക്ക് ഗ്രൂപ്പ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് ഈ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ കറക്റ്റ് കിട്ടണം. അപ്പോൾ അതിന് കിട്ടാൻ ടൂൾ ബാർ ഓൺ ആക്കാൻ എന്ത് ചെയ്യുക, നമുക്ക് ആവശ്യമുള്ള ടൂൾ ബാറൊക്കെ ഈ വ്യൂവിലുണ്ടാവും. പിന്നെ വ്യൂവിൽ ടൂൾ ബാർസിലുണ്ടാവും. നമുക്ക് വ്യൂസ് ആണ് ടൂൾ, വ്യൂസാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ടോപ്പ് വ്യൂ ഫ്രണ്ട് വ്യൂ കിട്ടാൻ വേണ്ട ടൂൾ ബാർ കേട്ടോ. പിന്നെ അതേപോലെ ഈ ലാർജ് ടൂൾ സെറ്റ്, നമ്മൾ സൈഡത്തെ മെയിൻ ടൂൾ ബാറാണ് ലാർജ് ടൂൾ സെറ്റ്, അതും ടെക്ക് ചെയ്തോടുണ്ട്. ഇനി ഇവിടെ മേലേക്ക് മൂവ് വെച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ടോപ്പ് വ്യൂവിൻ്റെ ഐക്കണാണ് ടോപ്പ് വ്യൂ ക്ലിക്ക് ചെയ്തു. ടോപ്പ് ക്ലിക്ക് ചെയ്താലേ ഉണ്ടോ, നമുക്ക് ഇത് യഥാർത്ഥ ടോപ്പ് വ്യൂ, പേഴ്സ്പെക്റ്റീവിൻ്റെ ടോപ്പ് വ്യൂ എടുക്കുന്നത്. നമുക്ക് യഥാർത്ഥ കറക്റ്റ് ടോപ്പ് വ്യൂ കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ക്യാമറയിൽ പോയിട്ട് പാരലൽ പ്രൊജക്ഷൻ കൂടി ആക്കുക. അപ്പോൾ കറക്റ്റ് ടോപ്പ് വ്യൂ മാറിയിട്ടുണ്ടാവും. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഇന്ന് മൂട്ട് വെച്ച് നമുക്ക് മൂവ് ചെയ്യണമെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ അങ്ങനെയൊക്കെ മൂവ് ചെയ്തൊക്കെ അതേപോലെ ഇത് നമുക്ക് മൂവ് ചെയ്തൊക്കെ ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, ഒന്നും പ്രശ്നമില്ല. അപ്പോൾ ഏതായാലും ടോപ്പ് കിട്ടും. നമുക്ക് എന്ത് ചെയ്യുക, ഫസ്റ്റ് ചെയ്യേണ്ടത്, അപ്പോൾ ഇത് ഗ്രൂപ്പാണല്ലോ, കുഴപ്പമില്ല. ഈ ഗ്രൂപ്പിനുള്ളിൽ എന്ത് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഗ്രൂപ്പിനുള്ളിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഗ്രൂപ്പിനുള്ളിൽ കയറിയാണ്ടോ ചെറിയ ഡോട്ട് ലൈൻ വന്നു. അപ്പോൾ നമുക്ക് ഉള്ളിൽ വേണമെങ്കിൽ സെപ്പറേറ്റ് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ഒക്കെ ചെയ്യണം. അങ്ങനെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഡിലീറ്റ് ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്യാം. എന്നിട്ട് പുറത്ത് ക്ലിക്ക് ചെയ്താൽ സെലക്ഷൻ പുറത്താണ് ചെയ്തു. അപ്പോൾ ഏതെങ്കിലും എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ ഗ്രൂപ്പിനുള്ളിൽ കയറി എഡിറ്റ് ചെയ്യുക. ഇത് പുറത്ത് ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിനെ പുറത്ത് കിടക്കുകയും ചെയ്യും. നമുക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ പ്ലാൻ വരച്ചോ, അതിൻ്റെ വാൾ വരച്ച് നോക്കാം. അപ്പോൾ റെക്റ്റാങ്കിൾ എടുക്കുക, ഫസ്റ്റ് വാള വരക്കണം കേട്ടോ. അപ്പോൾ റെക്റ്റാങ്കിൾ എടുക്കുക, എന്നിട്ട് ഒരു സൈഡ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. നേരെ വന്ന് ഇവിടെ നിന്ന് റെക്റ്റാങ്കിൾ വെച്ചാൽ അത് ഈ ഡോറും വിൻഡോ ഒഴിവാക്കിയതൊക്കെ എന്ത് ചെയ്യുക, റെക്റ്റാങ്കിൾ വെച്ചിട്ട് കൊടുക്കുക. അങ്ങനെ വരച്ചിട്ട് കൊടുക്കുക. ഓരോ റെക്റ്റാങ്കിൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് വരക്കണം. അങ്ങനെ ഓരോ റെക്റ്റാങ്കിൾ വരക്കുക. ഉള്ളിലും പുറത്തൊക്കെ വരക്കണം. കംപ്ലീറ്റ് ഓരോ റെക്റ്റാങ്കിൾ.
ഞാനത് ഇത് നിങ്ങൾ കംപ്ലീറ്റ് വരക്കണം കേട്ടോ. ഞാനത് കംപ്ലീറ്റ് ആക്കണം. റെക്കോർഡിംഗ് ആകുമ്പോൾ കുറേ ടൈം വേസ്റ്റ് ചെയ്യേണ്ട വെച്ചിട്ടാണ് ഞാനിത് കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. ഞാനത് കേട്ടോ.